ഈ ചുമന്ന ഷാളിട്ട് നിൽക്കുന്നത് ഹോം നേഴ്സ് സാറ. 22 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന സാറ മെഡിക്കൽ കോളേജ്, താലൂക്ക് ആശുപത്രി, ഗവൺമെന്റ് ആശുപത്രി എന്നിവിടങ്ങളിൽ നിന്നും മുടങ്ങാതെ പൊതിച്ചോറ് വാങ്ങി തിന്നുന്ന ഏക ഹോം നേഴ്സ്. അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഹോം നേഴ്സ് മറിയ. നിന്ന നിപ്പിൽ എങ്ങോട്ട് വേണമെങ്കിലും മറിയാൻ കഴിവുള്ളതാണ് മറിയ. കിടപ്പ് രോഗിയെ നോക്കാൻ പോയാൽ എങ്ങനെ എന്തോ മറിയയ്ക്ക് 5-6 കിലോ കൂടും. അങ്ങനെയുള്ള ഏക ഹോം നേഴ്സ്. ഇവര് രണ്ടുപേരും പത്രത്തിലെ പരസ്യം കണ്ട് ഒരച്ചായനെ നോക്കാൻ ഈ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇനി എന്താകുമോ എന്തോ. ഞാൻ പോകുന്ന പുറകെയല്ല, നീ എന്തിനാണ് ഈ നടക്കുന്നത്? അതിന് ആര് നടക്കുന്ന നിന്റെ പുറേ? ഞാൻ ഇവിടുത്തെ സാറിന് നോക്കാൻ ഒരാള് വേണോന്നും പറഞ്ഞ് പത്രത്തിൽ പരസ്യം കണ്ടിട്ടാടി ഞാൻ ഇവിടെ വന്നത്. ഇനിയിപ്പൊ ഈ സാറിന്റെ പടം പത്രത്തിൽ വന്നിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. നീ എന്തുവാടി പറയുന്നേ? ഞാൻ നോക്കുന്നവരെല്ലാം ചത്തുപോകുന്നാന്നോടി നീ പറയുന്നത്? അതെടി, നീ നോക്കിയവരാരെല്ലാം നീ ഒഴുകി ജീവിച്ചിരിപ്പുണ്ടോടി ഇന്ന്? അതിപ്പം ഞാൻ നോക്കിയാലും നോക്കിയില്ലേലും മനുഷ്യന്മാരായ മരിക്കും. അത് പ്രപഞ്ച സത്യമാ. അതല്ലാതെ ഞാൻ കാലന്റെ പെങ്ങളാന്നോടി. നീ ഇപ്പൊ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ സാറാ ഇവിടെ വന്നതാണ്. ഈ സാറിനെ നോക്കിയിരിക്കൂടി. അതിന് സാറ ഒരു ജന്മം കൂടെ ജനിക്കണം. അതൊക്കെ ഈ മറിയ. ഈ സാറിനെ നോക്കാൻ മതതാണെങ്കിൽ ഞാൻ തേക്കും. അതല്ലടി. ഓ, നിന്റെ നോട്ടത്തെ കുറിച്ചൊന്നും കൂടുതൽ പറയണ്ട. എടി, നീ ഇന്നാളെ ആ കൈപ്പടെ പോയി അമ്മച്ചിയെ നോക്കാൻ പോയെടുത്തേ. ആ അമ്മച്ചി ഇച്ചിരി ബുഷിതാ കുഞ്ഞേന്ന് പറഞ്ഞേന് നീ ചമ്മന്തിപ്പൊടി പാലിനകത്ത് കലക്കി കൊടുത്തതിനല്ലടി നിന്നെ അവരവിടുന്ന് ഓടിച്ചത്. നീ കൂടുതലൊന്നും പറയണ്ട. മാന്തുകാല അമ്മച്ചിയുടെ വെപ്പ് പല്ലെടുത്ത് തേങ്ങാപ്പൂളാന്ന് പറഞ്ഞ് എലിപ്പത്തിനകത്ത് വെച്ച് എലിയെ പറ്റിച്ചില്ലോടി. അയ്യോ, തേങ്ങാക്കൊക്കെ എന്താ വില? ഈ വില കൂടിയ സമയത്ത് തേങ്ങാപ്പൂൾ ആരെങ്കിലും എനിക്ക് വെച്ച് കൊടുക്കൂടി. നിന്റെ ഒരു തേങ്ങാക്കാരിയാ. നിങ്ങളൊക്കെ ആരാ? പരസ്യത്തിൽ കൂടി പത്രത്തിൽ വന്ന സാറായ. സാറേ, അവക്ക് തെറ്റിയതാ. പത്രത്തില് പരസ്യം കൊണ്ട് വന്ന ഹോംലൈറ്റാ സാറേ. ഹോംലൈറ്റോ? ഹോംലൈറ്റ് അല്ല, ഹോം നേഴ്സ്. ഞാൻ പത്രത്തിൽ പരസ്യം കൊടുത്തത് ഒരു ഹോം നേഴ്സിനാണല്ലോ. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും വന്നല്ലോ. ഇതെന്നാ കോംബോ ഓഫർ ആണോ? ഞങ്ങൾ രണ്ടുപേരും വന്നതിന് സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സാറേ? എനിക്കെന്നാ ബുദ്ധിമുട്ടിരിക്കുന്നത്? 4-5 പേരിഞ്ഞ് പോരട്ടെന്ന്. ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. സാറേ, ദയാ ഹോം നേഴ്സിംഗ് സാർ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളുടെ ഈ കേരളത്തിൽ എല്ലായിടത്തും അതിന്റെ ബ്രാഞ്ച് ഉണ്ട്. കൊല്ലത്തില്ല. എന്നെയോ? അതല്ല സാറേ, കൊല്ലത്ത് അതിന്റെ ബ്രാഞ്ച് ഇല്ലെന്നാ പറഞ്ഞത്. ഓ, പേടിച്ചു പോയി. സാറേ, ഞാൻ സാറാ. ഞാൻ കാരുണ്യ നഴ്സിംഗ് ഹോം ഏജൻസിന്ന് വരുന്നതാണ്. ഞങ്ങൾക്ക് ഒരു മാസം 24,999 രൂപയേ ഉള്ളു സാറേ. ഒരു കാരുണ്യോ ഇല്ലല്ലേ? ഉണ്ടല്ലോ. 25,000 രൂപയ്ക്ക് 1 രൂപയുടെ കാരുണ്യം കാണിച്ചേ. അതൊരു കാരുണ്യം തന്നെയല്ലേ സാറേ? ഞാൻ ആദ്യം ഇവിടെ വന്നത്. സാർ എന്നെ ഇവിടെ നിർത്തണേ സാറേ. ഞാൻ സാറിനെ നോക്കിക്കോളാം. ഈ സാറിനെ സാറേ, അവിടെ നിൽക്കുന്ന സാറ് ജോലിക്ക് വെച്ചാൽ വെളിയിലോട്ട് ഇറങ്ങുമ്പം സാറിന്റെ ഹോം നേഴ്സ് ആരാന്ന് ചോദിച്ചാ സാർ എന്നാ പറയും? സാറാ. അപ്പൊ അത് സാറിന് കൺഫ്യൂഷൻ ആവത്തില്ലയോ? പിന്നെ ഇത്രയും പൈസ മുടക്കി ഈ സാറായ ഇവിടെ നിർത്തിയ സാറിന് നാണക്കേടില്ലയോ? സാർ ആ ഹോം നേഴ്സ് എന്ന് പറയുന്നത്. എനിക്ക് നാണക്കേടല്ലേ? മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. സാറായുടെ പേരിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. സാറായെ ഞാൻ ഇവിടെ ഹോം നേഴ്സ് ആയിട്ട് വെച്ച് കഴിയുമ്പോഴുണ്ടല്ലോ, ഇവിടെ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിയുമ്പം സാറാ ഹോം നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാണക്കേടാവൂല്ലേ? സാറ് ടെൻഷൻ അടിക്കാ സാറേ. സാറേ, എന്നെ വീട്ടിൽ വിളിക്കുന്ന ഒരു പേരുണ്ട്. സാർ അതങ്ങ് വിളിച്ചാ മതി. വീട്ടിൽ വിളിക്കുന്ന പേരെന്താ? എവിടെ കൊണ്ടാ? ഞാൻ എല്ലാ ജോലിയും ചെയ്യും സാറേ. ഞാൻ പൊന്നുപോലെ സാറിനെ നോക്കും. ആണോ? ഞാൻ സാറിന്റെ പൊന്നുപോലെ നോക്കാം. സാർ എന്നെ തന്നെ ഇവിടെ നിർത്തണേ. നിർത്താ. ഇൻസുലിൻ എടുക്കുവോ? അയ്യോ, ഇല്ല സാറേ, ഇല്ല. ഞാൻ നേരം വീട്ടിൽ പോയിട്ടുള്ളതാ. ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു പെൻസിൽ പോലും എടുത്തിട്ടില്ല സാറേ. എന്റെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടെങ്കിൽ
ആണെങ്കിലും ഞാനൊരു കള്ളിയൊന്നുമല്ല സാറേ. ഇവിടെ ഇൻസുലിൻ എടുക്കുവോ? ഇല്ല സാറേ, പണ്ടങ്ങാണ്ട് ഒരു ബിൻസിയമ്മയുടെ വീട്ടിൽ നിന്ന് 3 മുട്ടയല്ലാതെ ഒരു സാധനം പോലും ഞാൻ എടുക്കത്തില്ല സാറേ.